നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയർക്കെതിരെ കൂവൽ, വിൽക്കണമെന്ന ആവശ്യം. ഇപ്പോൾ ലാവസിനെതിരെ റയൽ മാഡ്രിഡ് ജയിച്ച് കയറുമ്പോൾ ഗോളടിച്ചു വിനി, മികച്ച പ്രകടനം നടത്തി വിനി. എന്നിട്ടും എന്തേ ഇങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ? കോച്ച് അൽവാരോ ആർബിലോവയുടെ മറുപടി. തീർച്ചയായിട്ടും ചിലർക്ക് വിനിയെ വിൽക്കണം. ഞാൻ കാണുന്നത് വിനി ഇവിടെ ഒരുപാട് വർഷക്കാലം തുടരും എന്നാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. ഞാൻ കംപ്ലീറ്റ്ലി ഉറപ്പിച്ച് പറയുന്നു, ഇതെൻ്റെ ഒപ്പീനിയനാണ്. വിനി ഇവിടെ തുടരും. എനിക്ക് ഉള്ള സ്ട്രോങ് ബിലീഫ് എന്താണെന്ന് വെച്ചാൽ വിനി ഇവിടെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു. റയൽ മാഡ്രിഡ് ഫാൻസിനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. പിന്നെ കൂവുക എന്ന് പറയുന്നത്, ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും സംഭവിക്കുന്നതല്ലല്ലോ. പല വർഷങ്ങളായിട്ട് വിനി ഇവിടെ തെളിയിച്ചതാണ് അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എല്ലായ്പ്പോഴും ഇപ്പോൾ ഈ റീസെൻറ്റ് മന്ത്സിൽ നമ്മൾ കാണുന്നതാണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാവും. വിനി വീണ്ടും തിരികെ വരികയും ചെയ്യും. വിനി എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ട്രമൻഡസ് എഫേർട്ട് ഇടാൻ കെൽപ്പുള്ള താരമാണ്. ടഫ് മൊമെൻറ്റുകളിൽ എല്ലാവരും ഇപ്പോൾ അങ്ങനെയാണല്ലോ കടന്നു പോകുന്നത്. എന്നാൽ അദ്ദേഹം ടീമിനെ സ്വന്തം തോളിലങ്ങ് ഏറ്റി മുന്നോട്ട് പോകാൻ കപ്പാസിറ്റി ഉള്ളയാളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നല്ല കറേജ് ഉണ്ട്. അദ്ദേഹം ഒരു ട്രൂ മാഡ്രിസ്റ്റയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്രസ്റ്റ്, ഈ ഒരു ഷർട്ടിനോടുള്ള താല്പര്യമൊക്കെ ഹൃദയത്തിൽ പേർന്നയാളാണ്. പേഴ്സണലി ഞാൻ വളരെയധികം ഡിലൈറ്റഡാണ് വിനിയുടെ ഒരു പ്രകടനത്തിൽ. അവസാനം അദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ചത് കണ്ടപ്പോഴും എൻ്റെ മനസ്സ് തെരഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് വിഷ് ഫോർ ഹിം എന്നുകൂടി ഇപ്പോൾ അൽവാരോ ആർബിലോവ പറഞ്ഞു വെക്കുന്നു. ചിലർക്ക് അങ്ങനെയാണ്, വിനിയെ അങ്ങ് ഒഴിവാക്കണം. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ ഫ്ലോറന്റീനോ പെരസിനോട് ചിലരെങ്കിലും വിനി ജൂനിയർക്കെതിരെ പരാതിയുമായിട്ട് എഴുന്നേറ്റു. എന്നാൽ വളരെ കൃത്യമായിട്ട് ഫ്ലോറന്റീനോ പെരസ് പറഞ്ഞ്, അതെൻ്റെ കാര്യമാണ്, ഞാൻ നോക്കിക്കോളാം, വിനിയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത്രയധികം ട്രസ്റ്റ് അദ്ദേഹത്തിന് വിനി ജൂനിയറിലുണ്ട് എന്നർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ കളി വിനി മികച്ച പ്രകടനമല്ലേ നടത്തിയത്. പിന്നെ എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ വിമർശനങ്ങളുമായിട്ട് പലരും രംഗത്തേക്ക് വരുന്നത് എന്നറിയില്ല. നല്ല പ്രകടനമാണ് കളിക്കളത്തിൽ നടത്തിയത്. അദ്ദേഹം കൊടുത്ത പല പാസുകളും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കിലിയൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ വിനിയുടെ പ്രശ്നമായിരുന്നില്ല എന്ന് തന്നെ പറയണം. അദ്ദേഹം ഒരു ഗോൾ അടിച്ചു, അതൊരു മികച്ച ഗോളുമായിരുന്നു. ഒരു ഗോള്, 5 കീ പാസുകൾ, 43 പാസുകളിൽ 38 ലക്ഷ്യത്തിലേക്ക്, 8 ഡ്യുവൽസ് വിൻ ചെയ്തു, 9 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ 5 അദ്ദേഹം സക്സസ്ഫുൾ ആക്കി. അങ്ങനെ 9.4 റേറ്റിംഗ് ആയിരുന്നു sofascore.com അദ്ദേഹത്തിന് നൽകിയിരുന്നത്. സോ വിനിയെ എന്തിനു കൂവണം, എന്തിനു മാറ്റണം, അതാണ് ചോദ്യം. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.